ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വീഡിയോസിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്. അപ്പോൾ അമ്മ വെള്ളം പിടിക്കാനുള്ള തിരക്കിലാണ്. 1:30 കേട്ടോ വെള്ളം വരിക. അങ്ങനെ തൊട്ടടുത്തുള്ള കുളത്തിൽ ചെറിയ ചെറിയ മീനുകളുണ്ട്. അതിനെ പിടിക്കാൻ വന്ന നേർക്കാക്കിയാണ് അത്. ഇവിടെ കിണറൊന്നുമില്ല കേട്ടോ. തൊട്ടടുത്ത് പുഴയായതുകൊണ്ട് കിണറില്ല, അത് പൈപ്പ് ലൈനാണ്. അതാണ് 1:30 വെള്ളം വരുന്നത്. അപ്പോൾ രാവിലത്തെ ദോശ ചൂടുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ 3 ദോശയാണ് എൻ്റെ കണക്ക്. അമ്മയ്ക്ക് 3 ദോശ. അങ്ങനെ തുമ്പിമോളാണെങ്കിൽ നേരത്തെ ദോശ കഴിച്ച് അവൾ ടി വി ഒക്കെ കാണുകയാണ് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറി കഴിഞ്ഞിട്ടോ ദോശയിലേക്ക് കറി. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. കാശിമോനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലാണ് കേട്ടോ. അവൻ്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് കഴിയുക. അത് കഴിഞ്ഞിട്ടാട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനും അമ്മയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. ചായ കൂടി നിർത്തണം എന്നൊക്കെ വിചാരിക്കെങ്കിലും പറ്റണില്ല, ശീലമായി പോയതുകൊണ്ടാണ്. സാവധാനം നിർത്തണം. തുമ്പിമോളാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒറ്റയ്ക്ക് അവളുടെ ഡ്രസ്സ് ഇടാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ. എന്നിട്ട് വേണം അവൾക്ക് കളിക്കാൻ ഇറങ്ങാൻ. ഇതാ മണ്ണ് കളിക്കാനുള്ള തന്ത്രപ്പാടാണ്. അവളുടെ കൂടെ കളിക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അവളുടെ കൂടെ ഞാൻ കളിക്കാൻ പോവാറുണ്ട്. ഇപ്പോൾ കാശിമോൻ ആയതിന് ശേഷം എനിക്ക് അവളുടെ കൂടെ കളിക്കാൻ പോകാൻ പറ്റാറില്ല. പക്ഷേ കിട്ടുന്ന സമയം ഞാൻ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അവൾ കാശിമോനെ ഒരു വെറീസാക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് എൻ്റെ പാപ്പൻ്റെ റിവർ വ്യൂ ഹോം സ്റ്റേ ടൂറിസം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകണം. അവിടെ തുമ്പിമ്മക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവൾ കളിക്കുന്ന സാധനം പൊട്ടിപ്പോയി. അത് നോക്കി സ്റ്റെക്കായി നിൽക്കണം കേട്ടോ കുറച്ച് നേരം. അതില്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറമുള്ള ഊഞ്ഞാൽമ പോയി ആടുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. കളിക്കാനാണെങ്കിലും നല്ലൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പേസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുക. കൂടുതൽ വിവരം അറിയണവർക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല സൺസെറ്റ് കഴിഞ്ഞിട്ടോ അവിടെ. ഞാനും തുമ്പിമോളും കാശിമോനും കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. തുമ്പിമോക്കാണെങ്കിൽ എന്തെങ്കിലും പൂ കിട്ടിയാലും അത് എനിക്ക് തരുന്നൊരു ശീലമുണ്ട്. അതാണ് ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾ കളിച്ച് ഈ ഒരു പ്രദേശത ഇങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ടായി മാറിയേ. കാശിമോനാണെങ്കിൽ നല്ല കളിയാണ് കേട്ടോ. അങ്ങനെ സൺഡേ ആയപ്പോൾ ഞാനും തുമ്പിമോളും ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോവാണ്. അവളുടെ യൂണിഫോം വീട്ടിലാണ്. അതാണ് കേട്ടോ കളർ ഡ്രസ്സ്. ഇതെൻ്റെ അച്ഛമ്മയാണ്. അച്ഛമ്മ മീൻസ് അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മമ്മയാണ് ചെറുപ്പത്തിൽ അച്ഛമ്മ എന്ന് വിളിച്ച് ശീലമായതുകൊണ്ടാണ് ഇപ്പം അത് മാറ്റാൻ പറ്റണില്ല. അച്ഛമ്മേൻ്റെ സോഫ സെറ്റ് കിടന്നിട്ട് ആൾ ഉറങ്ങുക. ഞങ്ങൾ പാർക്കാൻ വന്ന അച്ഛമ്മേൻ്റെ ഒരു വിസിറ്റ് നിർബന്ധം. അങ്ങനെ കാശിമോനൊക്കെ ഉറക്കി വൈകുന്നേരമായപ്പോൾ അച്ഛമ്മ പോവുകയാണ്. അച്ഛമ്മേനെ ബസ് കയറ്റാൻ കൂടെ പോവുകയാണ് ഞാനും തുമ്പിമോളും. അതൊക്കെ കഴിഞ്ഞ് അച്ഛമ്മേനെ ബസ് കയറ്റി സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ സിപ്പൊക്കെ വാങ്ങി ഞങ്ങൾ പുഴക്കത്ത് കൂടെ നടന്ന് പോവാണ്. കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മയും അവളുമായിട്ട് എന്തോ ഒരു കച്ചറ. അതിൻ്റെ ഇടയിൽ അമ്മമ്മേൻ്റെ ബക്കറ്റ് തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ അവൾ. ഇനി അവളെ ശീലം നന്നാക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്നാലും എൻ്റെ അടുത്തൊന്ന് മെരുങ്ങും കേട്ടോ. കുറച്ച് ബാക്ക് അടിക്കെങ്കിലും ആളൊന്ന് സോപ്പ് അടിച്ചാൽ ആൾ സെറ്റാണ്. അങ്ങനെ അവളുടെ സോപ്പൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. പരസ്യത്ത് മാത്രം കാരണം ബിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട്. സംഭവം കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മളെ ചെറിയ ബിസ്ക്കറ്റുകളൊക്കെ തന്നെ സെറ്റ് ആവുള്ളൂ. അതിൻ്റെ ഇടയിൽ അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് ബിസ്ക്കറ്റൊന്നും വല്ലാണ്ട് കഴിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുഖത്ത് തേക്കാനുള്ള കാര്യങ്ങളൊക്കെ കലക്കി കൂട്ടി തേക്കുകയാണ് കേട്ടോ. ഇതൊക്കെ 20 മിനിറ്റ് ഒന്നും മുഖത്ത് തേച്ച് വീട്ടിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കാശിമോൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ മുഖത്ത് തേച്ച് ബാക്കി അനിയൻ്റെ അമ്മേൻ്റെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അവരാണെങ്കിൽ അത് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഇത് തേച്ച് 20 മിനിറ്റ് മുഖത്ത് വെക്കുകയാണ്. ഈ മുഖത്ത് തേക്കണത് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ. നല്ല മാറ്റം അറിയാൻ പറ്റുള്ളൂ. തുമ്പിമോക്ക് എൻ്റെ വീട്ടിലിവിടെ കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവൾ ടി വിയാണ് കേട്ടോ അധികം കാണുക. അതുകൊണ്ട് അവളുടെ റൂമിൽ പൂട്ടിയിട്ടാലും ആൾ മെല്ലെ തുറന്ന് പുറത്ത് ചാടും കേട്ടോ. അല്ലാത്ത സമയത്ത് പാപ്പൻ്റെ മക്കളവിടെ പാപ്പൻ്റെ വീട്ടിലാണ് കളിക്കുക. അല്ലെങ്കിൽ അവിടെ പോയി ലാപ്ടോപ്പിൽ കളിക്കുക. അതാണ് കേട്ടോ അവളുടെ മെയിൻ പരിപാടി. അങ്ങനെയാണ് അവളുടെ ഇവിടുത്തെ സമയം പോവുക. കാശിമോന് മത്തം പുഴുങ്ങി കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ആവിക്ക് വേവിച്ചിട്ട് അവന് മത്തൻ പുഴുങ്ങി കൊടുക്കാണ്ട് അത് പേസ്റ്റ് പോലെ അരച്ചിട്ട് അവന് കുറുക്കാക്കി കൊടുക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് അവൻ അമ്മമ്മേൻ്റെ മടിയിലിരിക്കുകയാണ് കേട്ടോ. ആൾ കരണ് കണ്ടോ. അവന് വിശന്നിട്ടാ തോന്നുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവനെടുത്തോണ്ട് പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. അവൻ എന്നെ നോക്കി കരയാണ്. വിശന്നിട്ടാണ് ആൾ കരയണത്. കരണ് കണ്ടപ്പോൾ ആവും സങ്കടം തോന്നിട്ടോ. അങ്ങനെ അമ്മ എൻ്റെ കൈ കൊണ്ട് തന്ന്
ഞാൻ അവന് മത്തനൊക്കെ കൊടുത്ത് ആള് കഴിച്ച് ഇതൊക്കെ കഴിച്ച് കുമ്പ നിറഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കിടന്ന് കളിയൊക്കെ കഴിഞ്ഞാൽ ആളങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാലാണ് അവന് പിരികനൊക്കെ എഴുതി പൊട്ടൊക്കെ ഒന്ന് തൊട്ടുകൊടുക്കട്ടോ. പക്ഷെ പിരികനെഴുതി പൊട്ടിടാനൊന്നും അവൻ്റെ മാമ സമ്മതിക്കൂല. ഞങ്ങൾ വന്നാൽ പിന്നെ മാമൻ്റെ ഒരു വിസിറ്റിംഗ് ഉണ്ട്, കുറച്ച് നേരം കാശിമോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. പിന്നെ മാമനാണെങ്കിൽ മുട്ടുത്ത സമയമായി എന്നും പറഞ്ഞിട്ട് അവനെ മുട്ടുത്താൻ പഠിപ്പിക്കണം മാമനാണ് ഈ കാണുന്നത്. കണ്ട ഫ്രണ്ട്സ്, പാവം കാശിമോനിട്ട് ഉരുട്ടണത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വന്ന അമ്മ എന്നെയും അനിയനും പറഞ്ഞയച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഷീറ്റിലുള്ളതുപോലെ പെറുക്കിയെടുക്കും. കൂടെ കണ്ണ് കാണുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അതും എടുക്കും കേട്ടോ. അമ്മ പറഞ്ഞ സാധനങ്ങൾ ഷീറ്റിലത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ചെന്ന ബാക്കി അതിന് കേൾക്കാം. അതുകൊണ്ട് അതൊന്നുകൂടി രണ്ടാമതും ചെക്ക് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. അതിൻ്റെ ഇടയിൽ ഡയറി മിൽക്ക് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നു കേട്ടോ. അങ്ങനെ ഡയറി മിൽക്കൊക്കെ വാങ്ങി ബില്ലടിച്ചപ്പം എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ആ കാണാൻ ഞങ്ങളെ വണ്ടിയല്ല, ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. അങ്ങനെ ഒരു കവർ അവൻ്റെ മുന്നിലും ഒന്ന് എൻ്റെ മടിയിലുമായിട്ട് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ. നേരെ വീട്ടിലെത്തി ഫസ്റ്റ് ഞാൻ ഡയറി മിൽക്ക് കഴിക്കാനുള്ള തിരക്കിലേന്. അങ്ങനെ ഡയറി മിൽക്ക് ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ടോ. തുമ്മിമോളാണെങ്കിൽ അവളുടെ വീട്ടിലായതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ബാക്കി ചെറിയ പീസുകളാക്കി തുമ്പിമോൾക്ക് എടുത്തു വെച്ചതാ. അമ്മയാണെങ്കിൽ സാധനങ്ങളൊക്കെ ചെക്കൊക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ടോട്ടൽ എമൗണ്ട് കണ്ടിട്ട് അമ്മേൻ്റെ റിലേ പോയി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും സാധനം എടുത്ത് വെച്ചൊക്കെ കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ഉണ്ട് മാമനും മോനും നല്ല ഉറക്കമായിട്ടോ. തുമ്പിമോള് കാശിമോനെ കാണാൻ അച്ചച്ചൻ വന്ന സമയത്ത് അച്ചച്ചൻ്റെ കൂടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ ആള്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ കാശിമോ ഇതാ എഴുന്നേറ്റ്. മാമനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. ബാക്കി പാർട്ട് 2 വീഡിയോസ് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യട്ടോ ഫ്രണ്ട്സ്.